നമസ്കാരം, ഞാൻ ജ്യോതി ശിവരാമൻ. എൻ്റെ വീട് കണ്ണൂർ കൊട്ടിയൂർ അമ്പായത്തോടാണ്. കറൻറ്റ്ലി ഞാൻ കൊച്ചിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാനൊരു നേഴ്സാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ചാവേറ്, പാപ്പച്ചനുള്ളിലാണ് ഈ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത പടമാണ് 1947 പ്രണയം തുടരുന്നു എന്നുള്ള മൂവി. എന്നെ നന്ദേട്ടനാണ് ഈ പടത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചെറിയൊരു സീനേ ഉള്ളൂ, നിനക്ക് ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആ സീൻ ഈ പടത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അത് എക്സ്പ്രഷനിലൂടെയാണ് അത് ആളുകളിലേക്ക് എത്തിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ ഷൂട്ടിന് പോയി. ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും കഴിഞ്ഞ് ഞാൻ പോന്നു. നിലവിൽ അഭിനയം തന്നെയാണ് പാഷൻ. അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇറങ്ങാനിരിക്കുകയാണ്. ഇനിയും കൂടുതൽ അവസരങ്ങൾ കിട്ടണമെന്നാണ് ആഗ്രഹം. അതിൻ്റെ ഒപ്പം ഞാൻ ഇപ്പോൾ പാർട്ട് ടൈം വർക്കും ചെയ്യുന്നുണ്ട്. മൂവീസ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഫുള്ളി അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്, എനിക്ക് സിനിമ കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ വാട്സപ്പിൻ്റെ പ്രൊഫൈലിൽ ഇങ്ങനെ പണ്ട് സ്റ്റാറ്റസ് ആയിട്ട് ഇടുമായിരുന്നു. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അല്ല, നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ജസ്റ്റ് അതിലിങ്ങനെ ഒരു എഴുതുന്ന പോലെ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് കാണാമായിരുന്നു. അപ്പം ഞാനതിലിട്ടിരുന്നത് അന്നും ഇന്നും ചങ്കിൽ സിനിമ മാത്രം എന്നായിരുന്നു ഇട്ടിട്ടുണ്ടായത്. കുറേ ആയിട്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അത് തന്നെയായിരുന്നു എൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് സിനിമയിൽ അഭിനയിക്കാനാണോ ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞാനൊരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടുത്താം, സിനിമാക്കാരൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുക. അതിനുശേഷം പിന്നെ കുറേ ഓഡീഷൻസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ഞാൻ വന്ന ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വീട്ടിലായിരുന്നു എനിക്ക് ഷൂട്ടുണ്ടായിരുന്നത്. എനിക്ക് ആകെ ഒരു ദിവസം ഷൂട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വരുമ്പോൾ തന്നെ ഫുള്ള് ക്രൂ ഓണായിരുന്നു. വന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, നേരെ അഭിനയിക്കാൻ കയറി. ഒരു പാവപ്പെട്ട വീട് പോലൊരു സെറ്റപ്പിലൊരു വീടായിരുന്നു. എനിക്ക് ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്ന് തന്നെ തിരിച്ച് പോരുകയും ചെയ്തു. ഇനി അതുകൊണ്ട് ഷൂട്ടിങ്ങിനെ പറ്റും സെറ്റിനെ പറ്റും വലിയ ധാരണയില്ല പടത്തിൻ്റെ. എനിക്ക് വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുള്ളൂ. 1-2 സീൻസ് അങ്ങനെയൊക്കെയാണ്. പിന്നെയും എനിക്ക് സീരിയലിലാണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഷോർട്ട് ഫിലിമിലൊക്കെയാണ് ഞാൻ നായികയായിട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് സിനിമയിൽ ത്രൂ ഔട്ട് ഒരു വേഷമൊക്കെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ എനിക്ക് പറയാൻ ഇതുവരെ ആയിട്ടില്ല എന്ന് വേണം പറയാൻ. ബട്ട് ഓൾ ഓവർ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ സെറ്റ് ചെല്ലുമ്പോഴാണ് ഞാൻ ഏറ്റവും ഹാപ്പി. ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് തോന്നുന്നു. വേറെ എന്ത് ജോലി ചെയ്യുമ്പോഴും, ഇപ്പോൾ നഴ്സിംഗാണ്, ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിലും ഒക്കെ ഞാൻ അവിടെ നിൽക്കേണ്ട ആളല്ല. ഇവിടെ സിനിമ സെറ്റിൽ വരുമ്പോഴാണ് ഞാൻ എപ്പോഴും ഹാപ്പി. അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോഴാണ് ഒരു മനസ്സും വയറും നിറയാന്നൊക്കെ പറയലേ. പ്രണയമുണ്ട്. പ്രണയം എന്ന് പറയുന്നത് ഒരു നല്ല വികാരമല്ലേ. അതിന് പ്രായം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ വളരെ റെയറായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈ 70-ാം വയസ്സിൽ കല്യാണം കഴിക്കുക, അതും പ്രണയിച്ച് കല്യാണം കഴിക്കുക എന്നുള്ളത്. സോ അതെങ്ങനെ വർക്കൗട്ടാവുന്നു സിനിമ കണ്ടു തന്നെ വിലയിരുത്തണം.